ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിളി കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. രാവിലെ രാജീവ് അരുണിനോട് പറയുന്നു, അരുണെ, നീ സുധീഷിനെ നിധിയുടെ റൂമിലേക്ക് പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു. അരുൺ ചോദിക്കാണ്, ഞാനാണോ അച്ഛാ പറഞ്ഞു വിട്ടത്? അച്ഛനും കൂടെ ഇല്ലായിരുന്നോ? നിധി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് സുധീഷിനെ തടയാൻ നമുക്ക് കഴിഞ്ഞില്ല. രാജീവ് പറയുന്നു, സമയം എത്രയായി? അവൾ ഇതുവരെ റൂമിൽ നിന്നും വന്നിട്ടില്ല. ഈ സമയം ചായയുമായി അവിടേക്ക് വരികയാണ് ഹേമ. അവർ ചായ കുടിക്കുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് നിധി അവിടേക്ക് വരികയാണ്. രാജീവ് പറയുന്നു, ഗുഡ് മോർണിംഗ്, നന്നായി ഉറങ്ങിയോ? പുഞ്ചിരിച്ച നിധി പറയുന്നു, നന്നായി ഉറങ്ങിയച്ച. രാജീവ് പറയുന്നു, ഹേമേ, നിധിക്ക് കോഫി എടുത്തോണ്ട് വാ. എന്തിനാ മോളെ നിൽക്കുന്നത്? ഇരിക്ക്. നിധിക്ക് കോഫിയുമായി അവിടേക്ക് വരികയാണ് ഹേമ. നിധി സന്തോഷത്തോടു കൂടി അത് വാങ്ങി കുടിക്കുകയാണ്. എത്ര നാളായി അമ്മയുടെ കോഫി കുടിച്ചിട്ട്? ഹേമ ചോദിക്കുന്നു, എന്താടി, നിനക്ക് അവിടെ ആരും കോഫി ഉണ്ടാക്കി തരാറില്ലേ? നിധി പറയുന്നു, അങ്ങനെയല്ലമ്മ, അവിടെ എല്ലാവരും ചായയാ കുടിക്കുന്നത്, കോഫി കുടിക്കാറില്ല. ഹേമ ചോദിക്കുന്നു, എന്താ, നിനക്ക് കോഫി വേണോ എന്ന് പറഞ്ഞാലും അവര് കോഫി ഉണ്ടാക്കി തരാറില്ലേ? നിധി പറയുന്നു, ചോദിച്ചാ തരും അമ്മേ. അമ്മ എങ്ങനെയാണോ സൂപ്പറായിട്ട് കോഫി ഉണ്ടാക്കുന്നത്, അതേപോലെ അവിടെ സുഭാഷ് ഏട്ടനും സൂപ്പറായിട്ട് കോഫി ഉണ്ടാക്കും. ഞാൻ അമ്മയുടെ കോഫി ഒരുപാട് മിസ് ചെയ്തു എന്നാ പറഞ്ഞത്. ഹേമ പറയുന്നു, അരുണെ, സാന്ദ്ര എവിടെ? സാന്ദ്രയ്ക്കുള്ള കോഫിയും കൂടി ചെയ്ത്. അരുൺ പറയുന്നു, സാന്ദ്ര കുളിക്കുക, ഇപ്പൊ വരും. നിധി പറയുന്നു, അമ്മേ, ഈ കോഫി ഞാൻ എടുക്കുക. ഹേമ ചോദിക്കണേ, എന്താ, ഈ കോഫിയും നീ കുടിക്കാൻ പോവാണോ? നിധി പറയുന്നു, അല്ലമ്മ, സുധീഷ് ഇപ്പൊ എഴുന്നേറ്റ് കാണും, സുധീഷിന് കൊണ്ട് കൊടുക്കാനായി ഈ കോഫി. ചൂടാറുന്നതിന് മുമ്പേ ഈ കോഫി ഞാൻ സുധീഷിന് കൊണ്ട് കൊടുത്തിട്ട് വരാം. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് രാജീവ്. നിധി തന്റെ കോഫി അവിടേക്ക് വെച്ചിട്ട് സുധീഷിനുള്ള കോഫി എടുക്കുമ്പോൾ ഹേമ പറയുന്നു, ഇത് കുടിച്ചിട്ട് പോ, ഞാൻ ഇപ്പൊ വരാമേ. സുധീഷിന് ഇത് കൊണ്ട കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞ് നിധി കോഫിയുമായി അവിടെ നിന്ന് പോവുകയാണ്. ഹേമ പറയുന്നു, ഇവളെന്താ ഇങ്ങനെയായി പോയത്? അവന് കോഫി കൊടുക്കാൻ വേണ്ടി അവളുടെ കോഫി പോലും കുടിക്കാതെ ഓടിപ്പോകുന്നു. എനിക്കിവനെ കാണുമ്പോ തന്നെ ദേഷ്യം വരുവാണ്. എന്തു പറഞ്ഞ് മയക്കിയെടുത്താ അവൻ ഇവളെ കല്യാണം കഴിച്ചത്? തുടർന്ന് കോഫിയുമായി സുധീഷിന്റെ അരികിലേക്ക് വരികയാണ് നിധി. കോഫി വാങ്ങിച്ച് സുധീഷ് പറയുന്നു, എന്തുപറ്റി, കോഫിയൊക്കെയായി? നിധി ചോദിക്കാണ്, പിന്നെ സുധീഷ് കിച്ചണിൽ ചെന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചോ? സുധീഷ് പറയുകയാണ്, അങ്ങനെയല്ല, റൂമിന് പുറത്തേക്ക് വരുമ്പോൾ കോഫി കൊണ്ടുതരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ കോഫി കൊണ്ടുവരുമെന്ന് വിചാരിച്ചില്ല. ബ്രഷ് ചെയ്തില്ലേന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ആ, ബ്രഷ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിരുന്നതേ ഉള്ളൂ. ഞാൻ ഗുഡ് അല്ലേ? നിധി പറയുന്നു, ഗുഡ് ഗുഡ്, കോഫി കുടിക്ക്, ഞാൻ വരാന്ന് പറഞ്ഞ നിധി അവിടെ നിന്ന് പോവുകയാണ്. വിശ്വസിക്കാനാകാതെ സുധീഷ് പറയുന്നു, സുധീഷെ, ബെഡ് കോഫി കൊണ്ട് തന്നിരിക്കുന്നു. ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. എന്നോട് നിധിക്ക് പ്രണയമുണ്ട്. അങ്ങനെ ആസ്വദിച്ച് കോഫി കുടിക്കുകയാണ് സുധീഷ്. തുടർന്ന് നിധി ഹോളിലേക്ക് വരുമ്പോൾ ഹേമ ചോദിക്കുന്നു, എന്താടി, കോഫി കൊണ്ട് കൊടുത്തോ അവന്? നിധി പറയുകയാണ്, കൊടുത്തമ്മേ, ഇപ്പൊ എഴുന്നേറ്റതേ ഉള്ളായിരുന്നു. ഹേമ പറയുകയാണ്, റാണിയെ പോലെ ഇവിടെ കഴിഞ്ഞ പെണ്ണ, ഇപ്പതേ ഓടി നടന്ന് അവന് സേവ ചെയ്യുന്നു. നീ റൂമിന് പുറത്തേക്ക് വന്ന ഉടനെ ഞാനല്ലേടി നിനക്ക് കോഫി കൊണ്ടു തന്നത്? അതേപോലെ സുധീഷും റൂമിന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഞാൻ കോഫി കൊടുക്കത്തില്ലേ? നീ എന്തിനാ പിന്നെ കോഫി എടുത്തോണ്ട് ഓടുന്നത്? നിധി ചോദിക്കുന്നു, അമ്മ ഇതുവരെ അച്ഛനുള്ള സ്ഥലത്തേക്ക് കോഫി കൊണ്ട് കൊടുക്കാറില്ലേ? ഹേമ ചോദിക്കുന്നു, അച്ഛനും അവനും ഒരുപോലെയാണോ? നിധി പറയുന്നു, അവരുടെ വീട്ടിൽ അവരെന്നെ സ്നേഹത്തോടു കൂടിയാണ് നോക്കുന്നത്. എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അപ്പം എന്റെ വീട്ടിൽ വന്ന സുധീഷിനെ ഞാനും അങ്ങനെ നോക്കണ്ടേ? രാജീവ് പറയുന്നു, മോളെ, ഞാൻ പറയുന്നത് നീ തെറ്റിദ്ധരിക്കരുത്. നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നുക. ആ വീട്ടിലുള്ള എല്ലാവരും നല്ലവരായിരിക്കാം, പക്ഷെ ആ വീട് പഴയൊരു വീടാ. ഒരു സൗകര്യങ്ങളും ആ വീട്ടിലില്ല. നിന്നെ ആ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചില്ലേ, അത് തന്നെ ഇപ്പോഴും എനിക്ക് ചോദിക്കാനുള്ളത്. എങ്ങനെയാ മോളെ നീ ആ വീട്ടിൽ ജീവിക്കുന്നത്? നിധി പറയുന്നു, അച്ഛാ, വീടെന്ന് പറയുന്നത് ഒരു കെട്ടിടം മാത്രമല്ലല്ലോ, ആ വീട്ടിലുള്ള മനുഷ്യരും കൂടി ചേർന്നതല്ലേ? അരുൺ ചോദിക്കുന്നു, ഓ, ആർക്കിടെക്ട് ഡയലോഗ് പറയുകയാണോ? പുഞ്ചിരിച്ച നിധി പറയുന്നു, അങ്ങനെയല്ല അരുണേട്ടാ. ഹേമ പറയുകയാണ്, ഇവളിങ്ങനെ മാറിപ്പോയത് കണ്ട് എനിക്ക് അത്ഭുതം തോന്നുക. നമ്മുടെ വീട്ടില് AC ഇല്ലാതെ ഇവൾ ഉറങ്ങത്തില്ലായിരുന്നു. പക്ഷെ ആ വീട്ടിൽ AC ഇല്ല, പഴയ വീടാ, ഒരു സൗകര്യങ്ങളും ഇല്ലെന്ന് പറയുന്നു. അതിലൊന്നിലും ഇവൾ ഒരു കുറവും കാണുന്നില്ല. ഇതെല്ലാം എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിധി പറയുന്നു, അമ്മേ, ആ വീട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ട് ചെന്നപ്പോൾ എനിക്കും ആ വീട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നില്ലമ്മ. ഒരു വീട് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി കെട്ടി ഉണ്ടാക്കിയാൽ മാത്രം അതിന് ഭംഗി ഉണ്ടാകില്ല. അവിടെയുള്ള മനുഷ്യര് ജീവിക്കുന്നത് പോലെ ആയിരിക്കും ആ വീടിന്റെ ഭംഗി. ആ വീട്ടിൽ താമസിച്ചതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്. തുടർന്ന് സുധീഷ് ഓർക്കുകയാണ് രാത്രി നിധിയും സുധീഷും കൂടി സംസാരിച്ചു കിടന്നത്. ശേഷം സുധീഷ് മനസ്സിൽ പറയുന്നു, ഇപ്പൊ ഞാൻ വിളിച്ചാ വരുമോ എന്ന് നോക്കട്ടെ. വിളിച്ചിട്ട് വരുവാണെങ്കിൽ എന്റെ അമ്മായിയച്ഛന് നല്ല ദേഷ്യം വരും. വിളിച്ചു നോക്കാം. അങ്ങനെ സുധീഷ് പതിയെ നിധിന്ന് വിളിക്കുകയാണ്. ശേഷം സുധീഷ് പറയുന്നു, എനിക്ക് തന്നെ കേൾക്കുന്നില്ല, പിന്നെങ്ങനെ അവൾക്ക് കേൾക്കുന്നത്? അങ്ങനെ സുധീഷ് ഉറക്കെ നിധിന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട് എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ നിധി പറയുന്നു, ദാ വരുന്നു അമ്മേ, സുധീഷ് വിളിക്കുന്നു, എന്താണെന്ന് ചോദിച്ചിട്ട് വരാം. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് നിധി റൂമിലേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് രാജീവും അരുണും. വിശ്വസിക്കാനാകാതെ ഹേമ ചോദിക്കുന്നു, എന്താ ഇത്, ഇവൾ എന്തൊരു ഓട്ടോ ഓടുന്നത്? തുടർന്ന് റൂമിലേക്ക് വന്ന നിധി ചോദിക്കുന്നു, വിളിച്ചായിരുന്നോ? ഞാനും ഒന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, സുധീഷ് വിളിച്ചതുകൊണ്ടല്ലേ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അപ്പൊ സുധീഷ് പറയുന്നു, ആ, വിളിച്ചായിരുന്നു. ആ, ബാത്റൂമില് ഹീറ്റർ ഉണ്ടോ? എനിക്കൊന്ന് കുളിക്കണം.
നിധി പറയുന്നു ഹീറ്ററൊക്കെ ഉണ്ട്, ടവല് വേണോ? ഉണ്ടെങ്കിൽ താന്ന് സുധീഷ് പറയുമ്പോൾ നിധി ഒരു ടവൽ എടുത്ത് സുധീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു താങ്ക്സ്. നിധി പറയുന്നു ശരി സുധീഷ് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ പുറത്തുണ്ടാകും. നിധി അവിടെ നിന്ന് പോയതിനു ശേഷം സന്തോഷത്തോടു കൂടി ടവല് മണപ്പിച്ച് നോക്കി സുധീഷ് പറയുന്നു സുധീഷേ ടവല് തരുന്നു, ബെഡ് തരുന്നു, കോഫി തരുന്നു, എന്താ ഒരു കെയറിങ്. തുടർന്ന് സാന്ദ്ര നിഹാരികയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. നിധി അവിടേക്ക് വന്നിരിക്കുമ്പോൾ സാന്ദ്ര ചോദിക്കുന്നു എന്താ നിധി ബോറടിക്കുന്നോ? എങ്ങനെ ഏട്ടത്തി അത് കണ്ടുപിടിച്ചെന്ന് നിധി ചോദിക്കുമ്പോൾ സാന്ദ്ര പറയുകയാണ് നിന്റെ മുഖം കണ്ടാലേ അറിയാലോ. നിധി പറയുന്നു ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു, അവിടെ എപ്പോഴും നികേഷ് കൂടെ ഉണ്ടാകും, ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഓരോന്ന് ചെയ്യും, ഇവിടെ ഇപ്പം സംസാരിക്കാൻ പോലും ആരുമില്ല. സാന്ദ്ര ചോദിക്കുന്നു എന്താ എന്നെ കണ്ടിട്ട് ഒരാളായിട്ട് തോന്നുന്നില്ലേ നിനക്ക്? നിധി പറയുകയാണ് എപ്പോ നോക്കിയാലും സാന്ദ്രയെടുത്ത് ബിസിയാ, ചേട്ടന്റെ കാര്യം നോക്കണം, മോളുടെ കാര്യം നോക്കണം, അമ്മയെ കുക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യണം. സാന്ദ്ര പറയുന്നു ശരി ഇന്ന് നിനക്ക് എന്താ വേണ്ടത്? ഇന്ന് മുഴുവൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, എവിടെയെങ്കിലും പുറത്തു പോകണമെങ്കിൽ പോകാം. നിധി ചോദിക്കുന്നു സത്യമായിട്ടും? എങ്കിൽ നമുക്കിന്ന് ക്ഷേത്രത്തിൽ പോകാം. സാന്ദ്ര ചോദിക്കാൻ അത്രേ ഉള്ളോ? ഞാനോർത്തു ഈ നാട് ചുറ്റിക്കറങ്ങാവുന്ന, ഇതിപ്പം ക്ഷേത്രത്തിൽ പോയാൽ മാത്രം മതിയോ? നിധി പറയുന്നു അവിടെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രത്തിൽ പോകും, അതാ ക്ഷേത്രത്തിൽ പോകാന്ന് വിചാരിച്ചത്. സാന്ദ്ര പറയുന്നു 4 മാസം കൊണ്ട് വേറൊരു നിധിയായി മാറി കേട്ടോ. ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ് സാന്ദ്ര അടുക്കളയിലേക്ക് പോവുകയാണ്. തുടർന്ന് ഹേമയുടെ ഒപ്പം ഹോളിലേക്ക് വന്ന സാന്ദ്ര പറയുന്നു നിധി പോകാം. നിധി പറയുന്നു പോകാം ഏട്ടത്തി, അമ്മ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. ഹേമ പറയുന്നു ശരി നിധി സൂക്ഷിച്ചു പോണേ, കാർ എടുത്തിട്ട് പോ. നിധി പറയുകയാണ് കാർ എന്തിനാണമ്മേ, അടുത്തല്ലേ, നടന്നു പോയിട്ട് വരാം. എന്താ ഏട്ടത്തി? പുഞ്ചിരിച്ച് സാന്ദ്ര പറയുന്നു ശരി. നിധി പറയുകയാണ് വരുന്ന വഴിയില് കരിമ്പൻ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് വരാം. ശരി വാദം പറഞ്ഞ നിധിയെയും കൂടി അവിടെ നിന്ന് പോവുകയാണ് സാന്ദ്ര. സന്തോഷത്തോടു കൂടി ഹേമ പറയുന്നു ഇവളിങ്ങനെ സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നത് കണ്ടിട്ട് എത്ര നാളായി, ഇനി നീ ഇവിടെ ഉണ്ടാകണം നിധി, അതാണ് എന്റെ ആഗ്രഹം. തുടർന്ന് സുഭാഷ് ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ നാട്ടിൽ പോയിട്ട് വന്ന ബംഗാളി ചേട്ടൻ അവിടേക്ക് വരികയാണ്. ചേട്ടൻ സുഭാഷിന് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടു കൊടുക്കുന്നു. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി അത് കഴിക്കുകയാണ് സുഭാഷ്. ചേട്ടൻ പറയുന്നു എന്റെ കൂടെ ഒരാളും കൂടി വന്നിട്ടുണ്ട്, ഞാൻ ബയ്യെ പരിചയപ്പെടുത്താം. ആരാ അതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ആ ചേട്ടൻ തന്റെ സഹോദരിയെ വിളിക്കുകയാണ്. സുഭാഷിനെ നോക്കി പുഞ്ചിരിച്ച് ആ ബംഗാളി ചേട്ടന്റെ സഹോദരി സുഭാഷിന്റെ അരികിലേക്ക് വരികയാണ്. സുഭാഷ് സംശയത്തോടു കൂടി ആ പെൺകുട്ടിയെ തന്നെ നോക്കി നിൽക്കുന്നു. ആ ചേട്ടൻ പറയുന്നു ഇതാണ് എന്റെ സഹോദരി. സന്തോഷത്തോടു കൂടി സുഭാഷ് ചോദിക്കുന്നു ഇതാണോ സഹോദരി? നമസ്കാരം, സുഖമായിട്ടിരിക്കുന്നോ? സുഭാഷിനെ നോക്കി പുഞ്ചിരിച്ച് ചേട്ടനെ നോക്കുകയാണ് ആ പെൺകുട്ടി. ചേട്ടൻ പറയുന്നു ഭയ്യ അവൾക്ക് മലയാളം നന്നായി അറിയില്ല, ഹിന്ദിയെ അറിയത്തുള്ളൂ. സുഭാഷ് പറയുന്നു മേരാ നാം സുഭാഷ്, തന്റെ പറ്റി തന്റെ ചേട്ടൻ എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അവൾ സംശയത്തോടു കൂടി ചേട്ടനെ നോക്കുമ്പോൾ ചേട്ടൻ ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് സുഭാഷ് പറയുന്നതെല്ലാം. സുഭാഷ് പറയുന്നു ഭയ്യയുടെ വീട് ചെറുതാണല്ലോ, എങ്ങനെ അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ആ പെൺകുട്ടി സംശയത്തോടു കൂടി നിൽക്കുമ്പോൾ സുഭാഷ് പറയുകയാണ് അതായത് ഭയ്യ ഗർ ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ ആ ചേട്ടൻ പറയുന്നു ഇവള് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചതാ, ഇവിടെ ഇവൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കേട്ടു, അതാ ഇവിടെ നിന്ന് ജോലി ചെയ്യട്ടെന്ന് കരുതി കൊണ്ടുവന്നത്. അത് നല്ല കാര്യമാണെന്ന് സുഭാഷ് പറയുമ്പോൾ ചേട്ടൻ പറയുന്നു അതെ അതെ. ആ പെൺകുട്ടി ഹിന്ദിയിൽ സുഭാഷിനോട് സംസാരിക്കുമ്പോൾ ചേട്ടൻ അത് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. സുഭാഷ് പറയുന്നത് ഹിന്ദിയില് ആ പെൺകുട്ടിക്കും പറഞ്ഞു കൊടുക്കുന്നു. തുടർന്ന് ചേട്ടൻ പറയുന്നു ശരി ഭയ്യ ഞാൻ അനുജത്തിയെ വീട്ടിലാക്കിയിട്ട് വരാം. സുഭാഷ് പറയുകയാണ് ശരി, പുതിയ സ്ഥലമാ, സൂക്ഷിക്കണമെന്ന് പറയണം, ആര് കഥകിൽ തട്ടിയാലും വാതിൽ തുറക്കരുത്. അങ്ങനെ സുഭാഷ് ആ പെൺകുട്ടിയോട് പറയുന്നു ഡോറിൽ തട്ടിയാല് നോട്ട് ഓപ്പൺ. തലയാട്ടി ആ പെൺകുട്ടി പറയുന്നു ഓക്കെ ശരി ഭയ്യ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ബംഗാളി ചേട്ടന്റെ ഒപ്പം അവിടെ നിന്ന് പോവുകയാണ്. സുഭാഷ് പുഞ്ചിരിച്ച് ആ പെൺകുട്ടി പോകുന്നത് നോക്കി നിൽക്കുന്നു. പുഞ്ചിരിച്ച് അവൾ തിരിഞ്ഞ് സുഭാഷിനെ നോക്കുമ്പോൾ സുഭാഷ് മുഖം തിരിക്കുകയാണ്. തുടർന്ന് അരുണും രാജീവും ഹാളിലിരിക്കുമ്പോൾ എവിടെ പോയി നിധി എന്ന് പറഞ്ഞ് നിധി അന്വേഷിച്ച് ഹാളിലേക്ക് വരികയാണ് സുധീഷ്. രാജീവിനെ അരുണിനെയും കണ്ട് സുധീഷ് മനസ്സിൽ പറയുന്നു ഓ ഇവരിവിടെ ഇരിപ്പുണ്ടോ, എന്താ ചെയ്യുക? ഈ സമയം സുധീഷിന്റെ ഫോണിലേക്ക് നിധി മെസ്സേജ് അയക്കുകയാണ് ഏട്ടത്തി ഞാനും ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുക, സോറി പറയാൻ മറന്നുപോയി. സുധീഷ് മനസ്സിൽ പറയുന്നു ക്ഷേത്രത്തിലേക്ക് പോകാൻ വാന്നും പറഞ്ഞ് എന്നെ കൂടെ കൂട്ടിക്കൊണ്ടു പോകണ്ടായിരുന്നോ, തനിച്ച് ഇവിടെ ആക്കിയിട്ട് പോയി. ഈ വീട്ടിൽ തനിച്ചിരിക്കേണ്ടത് ജീവൻ പണയം വെച്ചാണ്, നിധി വരുന്നത് വരെ മിണ്ടാതെ റൂമിനകത്ത് പോയി ഇരിക്കാം, അതാ നല്ലതെന്ന് പറഞ്ഞ് സുധീഷ് പതിയെ റൂമിലേക്ക് പോവുകയാണ്. തുടർന്ന് അവിടേക്ക് വന്ന ഹേമ പറയുന്നു ഞാൻ നിഹാരികയെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വരാം. അരുൺ ചോദിക്കുന്നു അമ്മ എന്തിനാ പോകുന്നത്? സാന്ദ്രയല്ലേ എപ്പോഴും മോളെ സ്കൂളിൽ കൊണ്ടുവിടുന്നത്? ഹേമ പറയുന്നു സാന്ദ്രയും നിധിയും ക്ഷേത്രത്തിലേക്ക് പോയി, അതാ ഞാൻ പോകുന്നത്. കാറിലാണോ പോയതെന്ന് രാജീവ് ചോദിക്കുമ്പോൾ ഹേമ പറയുന്നു ഇല്ല അടുത്തുള്ള ക്ഷേത്രമല്ലേ, അതുകൊണ്ട് നടന്നാ പോയത്. രാജീവ് ചോദിക്കുന്നു എന്തിനാ നടന്നു പോകാൻ സമ്മതിച്ചത്? എന്തൊരു വെയിലാ, നമ്മുടെ വീട്ടില് കാറില്ലാത്തത് കൊണ്ടാണോ നടന്നു പോയത്? ഹേമ പറയുന്നു ഞാൻ പറഞ്ഞു അവള് കേട്ടില്ല, അടുത്ത നടന്നു പോയിട്ട് വരാന്ന് പറഞ്ഞ അവള് പോയി. അരുൺ പറയുന്നു ആ നാശം പിടിച്ച വീട്ടില് കാറില്ലായിരുന്നല്ലോ, എവിടെ പോകണമെങ്കിലും നടന്നു തന്നെ പോകണമായിരുന്നല്ലോ, ആ ശീലത്തിലായിരിക്കും ഇപ്പൊ നടന്നു പോയത്. ഹേമ പറയുന്നു അരുൺ നിധി ഈ പ്രാവശ്യം ഉറപ്പായും നമ്മുടെ വീട് വിട്ട് പോകാൻ പാടില്ല, ആ ഉത്തരവാദിത്തം ഞാൻ
നിങ്ങളെ ഏൽപ്പിക്കുക. അരുൺ പറയുന്നു അമ്മ വിഷമിക്കണ്ട, നിധി ഇനിയും ഈ വീട്ടിൽ നിന്നും എവിടേക്കും പോകില്ല. രാജീവ് പറയുന്നു അരുൺ മോളെ കൊണ്ട് വിട്ടിട്ട് വാ. അച്ഛാ എനിക്ക് ജോലി ഉണ്ടെന്ന് അരുൺ പറയുമ്പോൾ രാജീവ് പറയുകയാണ് ശരി എങ്കിൽ ഹേമ മോളെ കൊണ്ട് വിട്ടിട്ട് വാ, ഡ്രൈവറെയും കൂട്ടി പോയാൽ മതി. ശരി എന്ന് ഹേമ പറയുമ്പോൾ അരുൺ പറയുകയാണ് അയ്യോ ഡ്രൈവറെ ഞാൻ കടയിലേക്ക് പറഞ്ഞു വിട്ടല്ലോ. രാജീവ് പറയുന്നു എന്താടാ ഇത്, വീട്ടിലൊരു ഡ്രൈവർ വേണ്ടേ? ഇവിടെയുള്ള സ്ത്രീകൾക്കൊന്ന് പുറത്തു പോകണമെങ്കിൽ ഡ്രൈവർ ഇല്ലാതെ പറ്റുമോ? അരുൺ പറയുന്നു അക്കൗണ്ട്സ് കടയിൽ നിന്നും എടുക്കാൻ മറന്നുപോയി, അത് എടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ. ഹേമ പറയുന്നു ഞാൻ ഓട്ടോയിൽ പോയിട്ട് വരാം. രാജീവ് പറയുകയാണ് ഓട്ടോയിലൊന്നും പോകണ്ട. ഈ സമയം സുധീഷ് അവിടേക്ക് വരികയാണ്. രാജീവ് പറയുന്നു ദേ നോക്ക്, ഡ്രൈവറിനെ പറ്റി പറയുമ്പോൾ ദേ ഡ്രൈവറെ വന്നു. സുധീഷ് അവരെ ശ്രദ്ധിക്കാതെ പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ രാജീവ് ഉറക്കെ ഹലോ ഡ്രൈവർ എന്ന് വിളിക്കുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു തുടങ്ങി. അങ്ങനെ സുധീഷ് രാജീവിനെ നോക്കുമ്പോൾ അരികിലേക്ക് വിളിക്കുകയാണ് രാജീവ്. സുധീഷ് അരികിലേക്ക് വരുമ്പോൾ രാജീവ് പറയുന്നു ഞാൻ നിന്നെ ഡ്രൈവർ എന്ന് വിളിച്ചില്ലേ, നീ ഡ്രൈവർ ആണോ? ഉടനെ വന്ന് നിൽക്കുന്നല്ലോ, നീ ഡ്രൈവർ ആണെന്നുള്ളത് മനസ്സിൽ ഫിക്സ് ആയിട്ടിരിക്കുവാണല്ലേ. ശരി, നീ നിന്റെ ഡ്രൈവർ ജോലി മര്യാദയ്ക്ക് ചെയ്യാം. മേഡം മോളെയും കൂട്ടി സ്കൂളിൽ പോകുന്നു, സൂക്ഷിച്ച് കൊണ്ടുവിട്ടിട്ട് വരണം. ഇത് കേട്ട് സുധീഷ് ഹേമയെ നോക്കുമ്പോൾ രാജീവ് ചോദിക്കുന്നു എന്താ ഡ്രൈവർ അല്ലേ നീ? ഹേമ പറയുന്നു ഞാൻ പോയി നിഹാരികയെ വിളിച്ചോണ്ട് വരാം. അരുൺ പറയുന്നു അച്ഛാ ഇവനാണ് ഒരാഴ്ച സമയം കൊടുത്തത്, ഇവൻ 2 ദിവസത്തിനുള്ളിൽ ഈ വീട് വിട്ട് ഓടിപ്പോകും, നോക്കിക്കോ. രാജീവ് പറയുന്നു ഞാൻ ആരാണെന്നറിയാതാ നീ എന്നോട് മുട്ടിയത്, നീ എന്നെ വെല്ലുവിളിച്ച അടുത്ത ദിവസം തന്നെ നിന്നെ എന്റെ ഡ്രൈവർ ആക്കിയിരിക്കുന്നത് കണ്ടില്ലേ? എടാ ഇത് വെറും തുടക്കമാടാ, ഉടൻ തന്നെ നിധി നിന്നെ വലിച്ചെറിയും, പിന്നെ ഞങ്ങളുടെ മോള് ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകും, നീ തെരുവിലൂടെ പിച്ചെടുത്ത് നടക്കണം, അത് ഞാൻ കാണുവടാ. ഈ സമയം നിഹാരികയും കൂട്ടി അവിടേക്ക് വരികയാണ് ഹേമ. രാജീവ് പറയുന്നു സൂക്ഷിച്ചു പോയിട്ട് വാ, ഡ്രൈവർ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. അങ്ങനെ വണ്ടിയുടെ കീ എടുത്ത് സുധീഷിന്റെ നേരെ എറിയുകയാണ് രാജീവ്. സുധീഷ് അത് കയ്യിൽ പിടിക്കുന്നില്ല, താഴേക്ക് വീഴുമ്പോൾ ചിരിച്ചുകൊണ്ട് രാജീവ് പറയുന്നു മിസ്സായി പോയല്ല. സുധീഷ് കാറിന്റെ കീ എടുക്കുമ്പോൾ ഹേമ പറയുന്നു ശരി ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെ നിഹാരികയും കൂട്ടി സുധീഷിന്റെ ഒപ്പം കാറിൽ പോവുകയാണ് ഹേമ. തുടർന്ന് രാത്രി സ്കൂട്ടറുമായി ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് വരികയാണ് നീതു. ടിറ്റ ചോദിക്കുന്നു എന്താ നീതു വണ്ടി തള്ളിക്കൊണ്ട് വരുന്നത്? നീതു പറയുകയാണ് വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ലെന്ന് ടിറ്റ ചോദിക്കുമ്പോൾ നീതു പറയുകയാണ് ഇവിടെയല്ലേ സർവീസ് ചെയ്തത്, നിങ്ങളെ വിശ്വസിച്ച വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോ പാതിയില് വണ്ടി നിന്നിരിക്കുകയാണ്, ഇന്നത്തെ പണി കഴിഞ്ഞെന്ന് പറഞ്ഞ് ടിറ്റോയെയും ചന്തുവിനെയും അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ഹരീഷ്. തുടർന്ന് ഹരീഷ് ചോദിക്കുന്നു ശരിക്കും വണ്ടിക്ക് പ്രശ്നമുണ്ടോ? നീതു പറയുകയാണ് ഇല്ല, ഞാൻ നേരിൽ കണ്ട് നിന്നോട് സംസാരിക്കാനാ വന്നത്. ഹരീഷ് പുഞ്ചിരിച്ച് നീതുവിനെ നോക്കുമ്പോൾ നീതു പറയുകയാണ് ഹരീഷ് നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. പെട്ടെന്ന് എങ്ങനെയാ എന്നോട് സ്നേഹം തോന്നി തുടങ്ങിയത്? ഞാൻ നിന്നെ വിശ്വസിച്ചോട്ടെ? അതെന്താന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയുകയാണ് ഇപ്പൊ എന്നോട് സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത്, പക്ഷെ പെട്ടെന്ന് പഴയതുപോലെ ദേഷ്യത്തോടു കൂടി പെരുമാറിയാലോ? ഇപ്പൊ എന്നോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് പിന്നെ നീയുമായിട്ട് എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി സംസാരിക്കരുത്. പുഞ്ചിരിച്ച് ഹരീഷ് ചോദിക്കുന്നു ഞാൻ അങ്ങനെ പറയുമോ? നീതു പറയുകയാണ് പറയരുതെന്നാ ഞാൻ പറഞ്ഞത്. ചിരിച്ചുകൊണ്ട് ഹരീഷ് പറയുന്നു ഞാൻ അങ്ങനെയൊന്നും പറയില്ല. നീതു പറയുകയാണ് അപ്പൊ നിനക്ക് എന്നോട് ലവ് ഉണ്ട്? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്ന് ഹരീഷ് പറയുമ്പോൾ നീതു പറയുകയാണ് ഞാൻ പോവാ. അപ്പൊ ഹരീഷ് പറയുന്നു നീതു പോകല്ലേ? നീതു ചോദിക്കുന്നു പോകാതെ പിന്നെ? അപ്പൊ ഹരീഷ് പറയുകയാണ് ഞാനും വരാം. നീ എന്തിനാ വരുന്നതെന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ് നിന്റെ വീട് വരെ ഡ്രോപ്പ് ചെയ്യാം. നീതു പറയുന്നു എന്റെ കൈ വണ്ടി ഉണ്ടല്ലോ. ഹരീഷ് പറയുകയാണ് ഞാൻ നിന്നെ എന്റെ വണ്ടിയിൽ കൊണ്ടുപോകാന്നല്ല പറഞ്ഞത്, നീ മുന്നിൽ പോ, ഞാൻ പിന്നാലെ വരാം. ഞാൻ കട അടച്ചിട്ട് വരാന്ന് പറഞ്ഞ ഹരീഷ് കടയടച്ച് നീതുവിന്റെ സ്കൂട്ടറിന്റെ പിന്നാലെ ബൈക്കിൽ പോവുകയാണ്. നീതു പുഞ്ചിരിച്ച് ഹരീഷിനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഹരീഷ് പ്രണയത്തോടു കൂടി നീതുവിനെ തന്നെ നോക്കുകയാണ്. നീതു മനസ്സിൽ പറയുന്നു ഇവൻ എന്നോട് പ്രണയമാണെന്നൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. അവൻ ആ ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെട്ടു. വീടില്ല ഞാൻ. ഹരീഷ് ബൈക്ക് നിർത്തുമ്പോൾ നീതു ചോദിക്കുന്നു എന്താ ഇവിടെ നിർത്തിയത്? ഹരീഷ് പറയുകയാണ് ഇനി മുന്നോട്ട് വന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, നീതുവിന്റെ വീടെത്താറായി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പറഞ്ഞിട്ടേ പോകുള്ളൂ എന്നാ ഞാൻ വിചാരിച്ചതെന്ന് നീതു പറയുമ്പോൾ ഹരീഷ് പറയുകയാണ് അതിനൊക്കെ ഇനിയും നാളുകളുണ്ട്, ഇപ്പൊ പോ. ശരി എന്ന് പറഞ്ഞ പുഞ്ചിരിച്ച് ഹരീഷിനെ ഒന്ന് നോക്കിയിട്ട് നീതു അവിടെ വന്ന് പോവുകയാണ്. നീതു പോകുന്ന നോക്കി നിൽക്കുകയാണ് ഹരീഷ്. നീതു ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.